നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ ആദികേശവൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വലിയശാല ഗ്രാമം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സ്ഥലമൊന്നുമല്ല, ചെറിയ ഒരു പ്രദേശം. അവിടെ ഈ മഹാഗണപതി ഭജനമഠം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹാളും ചെറിയ ഓഡിയൻസും ആണെങ്കിലും പല അനുസ്മരണ പ്രസംഗങ്ങളും കമമറേറ്റീവ് ലെക്ചേഴ്സും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് അടുത്ത അറിവോടുകൂടി അതേസമയം പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും കോർത്തിണക്കി അവതരിപ്പിക്കാൻ സാധിച്ച പ്രിൻസ് രാമവർമ്മ അവർകൾ പങ്കെടുക്കുന്ന ചടങ്ങിലും ഈ വേദിയിലും ഇരിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. കാരണം ഈ പ്രഭാഷണം കേൾക്കാൻ സാധിച്ചല്ലോ. ഈ ചടങ്ങിന് സുഹൃത്ത് ശ്രീറാം വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇത് യൂട്യൂബിൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും നേരിട്ട് ഒരു നോട്ട്സൊന്നുമില്ലാതെ എത്രത്തോളം ആ വ്യക്തിക്ക് പൊന്നമ്മാൾ ടീച്ചറിനോട് ആദരവുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ വ്യക്തിത്വത്തിനെക്കുറിച്ചും സംഗീതത്തിനെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ തെളിവാണ് ഇന്നത്തെ അനുസ്മരണ പ്രഭാഷണം. പൊന്നമ്മാൾ ടീച്ചറിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു പ്രാപ്തിയൊന്നും അല്ലെങ്കിൽ അത്രയ്ക്കുള്ള അറിവൊന്നും എനിക്കില്ല. കാണുവാൻ സാധിച്ചിട്ടുണ്ട്, 1-2 വേദികളിൽ ഇരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, എൻ്റെ വേറൊരു സുഹൃത്ത് സാധാരണ പറയുന്ന ഒരു വാക്കാണ് സെറൻഡിപ്പിറ്റി അല്ലെങ്കിൽ സാന്ദർഭികത. സാന്ദർഭികത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നനച്ചിരിക്കാതെ കോഇൻസിഡൻസ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അടക്കം എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു സാന്ദർഭികത വന്ന് ഭവിക്കാറുണ്ട്. ഇപ്പോൾ പ്രിൻസിനെ ഞാൻ പരിചയപ്പെടുന്നത് 1988-89 അദ്ദേഹം കച്ചേരി നടത്തി തുടങ്ങുന്ന കാലഘട്ടത്തിലാണ്. ഇന്ന് ഈ വേദിയിൽ കണ്ടുമുട്ടുമെന്നോ ഈ പ്രഭാഷണം ശ്രവിക്കാൻ പറ്റുമെന്നോ ഞാൻ കരുതിയിരുന്നില്ല. ഒരു സാന്ദർഭികത. അതേപോലെ തന്നെ പൊന്നമ്മാൾ ടീച്ചറിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 15ാമത്തെ വയസ്സിൽ ചിത്തിരനാൾ മഹാരാജാവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ അവർക്ക് സമ്മാനം കിട്ടുന്നു എന്നുള്ള കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധമായി മനസ്സിലാക്കാൻ സാധിച്ചത് ആ മത്സരം നടന്നത് ഈ അനന്ത ലോഡ്ജ് എന്ന് പറയുന്ന ഇവിടെയാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ പാറശാലയിൽ നിന്നാണ് അന്ന് വന്നത്. പാറശാലയിൽ നിന്നും വന്ന ഒരു പെൺകുട്ടി അനന്ത ലോഡ്ജിൽ നടന്ന ഒരു മത്സരത്തിൽ സമ്മാനം നേടുകയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് അതിനടുത്തുള്ള വലിയശാല ഗ്രാമത്തിൻ്റെ സ്വത്തായി, ഗ്രാമത്തിൻ്റെ ഭാഗമായി, ഈ ഗ്രാമത്തിനോട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമായി വളർന്ന് വരികയും അവിടെ തന്നെ അവർ കാലം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സാന്ദർഭികതയാണ്. അപ്പോൾ ഈ സാന്ദർഭികത തന്നെയാണ് 2006 പ്രിൻസിനെ കൊണ്ട്, പ്രിൻസ് അത് പറഞ്ഞതുപോലെ പ്രിൻസിനെ അവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പ്രസംഗിക്കുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയെ പാടിപ്പിക്കണം, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ എന്നുള്ള വിചാരം വരുമ്പോൾ ടീച്ചറിനെ കുറിച്ച് ആലോചിക്കുകയും ടീച്ചറിനെ കാണുകയും ടീച്ചറിന് ആ ഒരു ഭാഗ്യവും അവസരവും കിട്ടുകയും ചെയ്യുന്നു പറയുന്നത് അടുത്ത സാന്ദർഭികത. പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2019 നല്ല ഓർമ്മയുണ്ട്, കരമനയിലെ ഒരു ചടങ്ങിൽ പത്മ അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ അനുമോദനത്തിനായി ക്ഷണിക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഒരു മടിയും കൂടാതെ, അന്ന് ശരിക്കും നടക്കാൻ സാധിക്കില്ല. അപ്പോൾ കാറിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം വീൽ ചെയർ ഇല്ലാത്തതുകൊണ്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരുത്തി ഞങ്ങൾ 2 ആൾ പൊക്കിയാണ് റോഡിൽ നിന്ന് വേദിയിൽ കൊണ്ടിരുത്തിയത്. അത്ര പ്രയാസപ്പെട്ടാണെങ്കിലും മുഖത്ത് അതിൻ്റെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ. അപ്പോൾ അക്ഷീണമായ പ്രവർത്തനം, അത് ജീവിതത്തിലെ ഏത് കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും, സംഗീതമാണെങ്കിലും സാഹിത്യമാണെങ്കിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും നമുക്ക് അക്ഷീണമായി പ്രവർത്തിക്കാൻ സാധിക്കണം, ഒരു വൈമനസ്യവും കൂടാതെ എന്നുള്ളത് ടീച്ചറിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാഠം. അക്ഷീണമായി പ്രവർത്തിക്കുക. പിന്നെ ഈ തിരഞ്ഞെടുക്കുന്ന പാത,
പാട്ടിൻ്റെ പാത ഇപ്പോൾ അമൃത വെങ്കടേഷ് ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മഹാദേവൻ പറഞ്ഞത് ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. അപ്പോൾ മ്യൂസിക്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ അർപ്പണബോധത്തോടു കൂടി പൂർണ്ണമായി അതിൽ വ്യാപൃതയാകാനുള്ള ഒരു തീരുമാനം അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പാത ഏതാണെന്നുള്ളത് തിരിച്ചറിയുക, ആ പാത പൂർണ്ണമായിട്ടും പിന്തുടരുക, ആ പാതയോടനുബന്ധിച്ച് മാത്രം പ്രവർത്തിക്കുക. അപ്പോൾ സംഗീതമാണ് എൻ്റെ പാത എന്ന് തിരിച്ചറിയുകയും ആ സംഗീതത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞതുപോലെ ഒരു എക്സിബിഷനിസവും കൂടാതെ ഒട്ടുമേ പ്രകടനപരത അവരുടെ കാണുമ്പോഴും അവർ പ്രിൻസ് പറഞ്ഞതുപോലെ പാടുമ്പോൾ കയ്യും കാലും ഒക്കെ കാട്ടി പാടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അതിനോടൊന്നും വിരോധമൊന്നുമില്ല. കാരണം അതൊക്കെ ഓരോ ആൾക്കാരുടെ എക്സ്പ്രഷൻ ഓഫ് ദെയർ മ്യൂസിക് ഓർ ഓഫ് ദെയർ talent. That is something left to the individual. But then she by nature is not given to exhibitionism even while singing or speaking, but she is highly committed to the path which she had chosen. അപ്പോൾ പാത തിരഞ്ഞെടുക്കുക, അർപ്പണബോധത്തോടു കൂടി ആ പാതയിൽ പിന്തുടരുക, അക്ഷീണമായി പ്രവർത്തിക്കുക. നാലാമത്തെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. തമിഴിൽ സാധാരണ പറയാറുണ്ട്, വരുവതാനേ വരും. അതായത് എന്താണോ സംഭവിക്കാനുള്ളത് അതല്ലേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ വേറെ രീതിയിൽ പറഞ്ഞാൽ വരുവത് താനേ വരും. വരാനുള്ളത് തങ്ങി നിൽക്കില്ല, വരാനുള്ളത് നമ്മളെ വന്നു ചേരും എന്നുള്ളതും നമ്മുടെ പൊന്നമ്മാൾ ടീച്ചറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം വരുവതാനേ വരും. നമുക്ക് വരാനുള്ളത് നമ്മുടെ കയ്യിൽ വന്നിരിക്കും. നമുക്ക് വരാനുള്ളതേ നമുക്ക് വരികയുമുള്ളൂ. പത്മ അവാർഡാണെങ്കിലും 2006 ഒരു അംഗീകാരം പത്മ അവാർഡിനോളമോ അതിലുപരിയോ കണക്കാക്കുന്നതാണ്. നവരാത്രി മണ്ഡപത്തിൽ സ്ത്രീകൾക്ക് പാടാനുള്ള അവസരവും ആ ഒരു അവസരം അതിന് യോഗ്യയായ ഒരു ശ്രീമതിയെ അല്ലെങ്കിൽ ഒരു വനിതാരത്നത്തിനെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതും. അപ്പോൾ ഇങ്ങനെ മഹത് വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മാതിരിയുള്ള പാഠങ്ങൾ സംഗീതത്തിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വേദിയിൽ പങ്കെടുക്കുവാനും കുറച്ച് ഈ പൊന്നമ്മാൾ ടീച്ചറിനെ കുറിച്ച് പരിമിതമായ എൻ്റെ അറിവ് പങ്കിടുവാനും സാധിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസിനും ശ്രീ ജനാർദ്ദനൻ സാറിനും ശ്രീ യജ്ഞനാരായൺ സാറിനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ഭാവുകങ്ങളും പൊന്നമ്മാൾ ടീച്ചറിൻ്റെ പാദങ്ങളിൽ എൻ്റെ നമസ്കാരങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.